പ്രിയവദനേ മനോഹരി ചാരുലതേ സുമംഗലി നീ പകരും കുളിരലയിൽ നീ പകരും ദീപ ദീപ നീ പകരും കുളിരലയിൽ ഞാനലിയും തുഷാരമായി നിസ നിസ ഗമ ഗമ പനി പനി സഗ നിസ ഗ മഗ മഗ സ നിസ ഗ സ നി പ മഗ മ ഗമ പാനി സ ഗ രി നി സ നി സ പനി പ മ പ. ഈ എഴുത്ത് തുടങ്ങിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വെറുതെ കയ്യക്ഷരം നന്നായതല്ലാതെ. ഓരോന്ന് എഴുതി ഏതെങ്കിലും പത്ര ഓഫീസിലേക്ക് അയക്കും. പത്രക്കാർ അതേപടി എടുത്ത് ചവറ്റുകൊട്ടയിലിടും. ദാ ഈ കിടക്കുന്ന പോലെ. അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ശോഭ കണ്ടോ, എന്റെ കവിത പത്രത്തിൽ അച്ചടിച്ചു വരും. വരും വരും. എല്ലാ വലിയ എഴുത്തുകാർക്കും ആദ്യത്തെ അനുഭവം എങ്ങനെയാ? ആദ്യം അയച്ച കൃതികൾ മടങ്ങി വരാത്ത ഒറ്റ സാഹിത്യകാരനും ഉണ്ടായിരിക്കില്ല. ഒരു കണക്കിന് അത് നല്ലതാ. ആത്മകഥ എഴുതുമ്പോൾ ഒരു വിഷയമാകുമല്ലോ. അങ്ങനെ ആശ്വസിച്ചാ മതി. ദേ ശോഭ കണ്ടോ, എന്റെ കവിത അച്ചടിച്ചു വരും. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം എന്നെ അംഗീകരിക്കാതിരിക്കില്ല. എന്നേ കിട്ടിക്കഴിഞ്ഞു അംഗീകാരം. അച്ചടിച്ചു വന്നില്ലെങ്കിലും ഉണ്ണിയുടെ കവിതകൾ എനിക്കിഷ്ടമാണ്. എത്ര പ്രാവശ്യം ഈ കവിതകൾ സ്കൂളിൽ ചൊല്ലി ഞാൻ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഉണ്ണിക്ക് വേണ്ടി. കുര്യാപ്പള്ളി, എന്തോ? തനിക്കെന്നെ ശരിക്കും അറിയാമല്ലോ? നല്ല ചോദ്യം. എനിക്ക് അറിയാവുന്നതുപോലെ മുതലാളി ഈ കരയിൽ പിന്നെ ആർക്കാ അറിയാ? അതുകൊണ്ടാടാ കോശവ ഞാൻ പറഞ്ഞത്. ഓ. എന്റെ കുടുംബം കുളം തോണ്ടിയാലും ശരി, ബണ്ട് പൊട്ടിച്ച് ഇതിനകത്ത് ഞാൻ വെള്ളം കയറ്റും. ഒരുത്തനെ കൊണ്ട് വിതപ്പിക്കേയില്ല, കൊയ്യിക്കേമില്ല. വേണ്ട, ഇനി മുതലാളിയായിട്ട് ഈ കരയിൽ ഇനി ഒന്നും നടക്കാതിരിക്കണ്ട. കുര്യാപ്പള്ളി, എന്തോ? വാസന്തി, എന്തോ? നിന്റെ കല്യാണക്കാരി എന്തായി? അത് നടക്കില്ല മുതലാളി. എന്താ കാര്യം? പറഞ്ഞ തീയതിക്ക് ശ്രീധനത്തൊക്കെ കൊടുക്കാൻ അച്ഛന് കഴിയില്ല. തികയാത്ത പണം കല്യാണം കഴിഞ്ഞ് കൊടുത്താൽ എന്താ, ഒക്കത്തില്ലയോ? അതിനവർ സമ്മതിക്കുന്ന തോന്നുന്നില്ല മുതലാളി. ശ്ശോ, അത് മോശമായി പോയല്ലോ. എന്നത്തേക്കാ നിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്? തീയതി നിശ്ചയിച്ചിട്ടില്ല. ഇതാ, പണമില്ലാത്തതിന്റെ പേരിൽ ഈ കരയിലുള്ള ഒരു പെൺകുട്ടിയുടെയും കല്യാണം നടക്കാതിരിക്കരുത്. അതും ഞാനുള്ളപ്പോ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ക്ഷമിക്കണം. ആ ശരി. എന്താ പേര്? ഗോപി. ആ ഗോപി, നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണായോണ്ട് പറയല്ല. വാസന്തി നല്ല കുട്ടിയാ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ട് പറയുക. ആ കിട്ടു, എനിക്കൊരല്പ തിരക്കൊണ്ട് ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോവാം. ഊണൊക്കെ ഇനി ഒരിക്കലാകാമല്ലോ. അത് പറഞ്ഞാൽ പറ്റില്ല. ഒരു വിടിയെങ്കിലും ഊണ് കഴിച്ചിട്ട് പോവാം മുതലാളി. മോളെ വാസന്തി, മുതലാളിക്ക് വെള്ളം എടുത്തു കൊടുത്തേ. നിന്റെ ശരീരത്തിന് ചന്ദനത്തിന്റെ മണമായിരുന്നു, മറക്കാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയാലും വല്ലപ്പോഴും ഈ വഴിയൊക്കെ വരാൻ മറക്കണ്ട. ആരാത്? ആഹാ, ഏലിയമ്മച്ചെടുത്തിയോ? ഇങ്ങോട്ട് വന്നാട്ടെ. എന്താ ചേട്ടത്തി?
എന്താ കാര്യം? എന്തിനാ കരയുന്നേ? എന്താ കരയുന്ന കാര്യം പറയൂ. ഞാനിവിടുന്ന് പോകാത്തോണ്ടാണോ? എന്റെ വല്ലാർവാർത്തമ്മയാണ് സത്യം. എന്റെ കുഞ്ഞി ഏലിയാമ്മയോട് ക്ഷമിക്കും. ഈ കരയിൽ ഒരു ആശുപത്രി വന്നപ്പോ എന്റെ വയറ്റാട്ടിപ്പണി പോകുമല്ലോ എന്ന് കരുതി സങ്കടവും ദേഷ്യവും കൊണ്ട് അന്ന് അറിയാതെ അങ്ങനൊക്കെ പറഞ്ഞത്. അത് സാരല്ല ചേട്ടത്തി, ഞാനതങ്ങ് അപ്പോഴേ മറന്നു. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. കുഞ്ഞത് ആരോടെങ്കിലും പറഞ്ഞു? ഇല്ല. ആ നാരായണനാ എന്നെ പറ്റിച്ചത്. ആരാ ഈ നാരായണൻ? അവൻ ഒരു ഉടങ്കൊല്ലി വൈദ്യനാ. എന്നെ കൊണ്ട് അവൻ മറ്റവൻ അടുപ്പിച്ചിട്ടാ വിട്ടത്. മറ്റവനോ? പൊട്ടുവടിയേ, ചാരായം. ചേട്ടത്തി ചാരായം കുടിക്കോ? എന്റെ കുഞ്ഞെ, എന്റെ കെട്ടിയോനുണ്ടായിരുന്നപ്പം ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ കുറേശ്ശെ സ്വൽപ്പം. അത് ഞാൻ പോയപ്പോ എല്ലാം പോയി കുഞ്ഞ്. മനപ്രയാസം കൊണ്ടാ ഇപ്പൊ ഇങ്ങനൊക്കെ. ചേട്ടത്തിക്ക് മക്കളാരും ഇല്ലേ? ഒരുത്തനുണ്ടായിരുന്നു. അവനൊരു പെണ്ണും കെട്ടി കെട്ടിയോടെ കൂടെ അവിടെ വീട്ടില്ല. ഈ ഏലിയാമ്മയെ നോക്കാൻ ആരുമില്ല കുഞ്ഞ്. ഏലിയാമ്മയെ രക്ഷിക്കണം. ശരി, ചേട്ടത്തി വിഷമിക്കണ്ട. ചേട്ടത്തിക്ക് ഞാനൊരു ജോലി തരാം. ഏതായാലും എനിക്ക് സഹായത്തിന് ഒരാൾ വേണം. ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. ചേട്ടത്തി എൻ്റെ കൂടെ നിന്നോ. മാഷേ ഒന്ന് നിൽക്കാവോ? നിക്കത്തില്ല. ഞങ്ങൾക്കൊരു കാര്യം അറിയാനാ. എന്നാ അത് പറഞ്ഞ പോരെ. നടന്നു പോകുന്ന ഒരാളോട് ഒന്ന് നിൽക്കാമോ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാ ഞാൻ പോകേണ്ട സ്ഥലത്ത് താൻ പോവോ? അല്ല, സ്വാതന്ത്ര്യ സേനാനി നാരായണപിള്ള എവിടെ താമസിക്കുന്ന അറിയാൻ വേണ്ടിട്ടാ. എന്തിനാ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഓ, ഞങ്ങൾ പത്രക്കാരാ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഫീച്ചർ എഴുതാനാ. ആ, നമ്മുടെ നാടിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു വലിയ മനുഷ്യനല്ലേ അദ്ദേഹം. അതെ അതെ, പോലീസിന്റെ തല്ലും കൊണ്ട് കവളും കൂടി ഇരിക്കല്ലേ. ഇവരെ പോലുള്ളവർ സ്വാതന്ത്ര്യം നേടാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ പത്രത്തിൽ കൂടെയെങ്കിലും ഈ തലമുറ ഒന്ന് അറിയട്ടെ. വാ, വീട് കുര്യാപ്പള്ളി കാണിച്ചേരാ. വാ. ബോട്ട് ചെട്ടി അടുക്കാറായി. മുരളി എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ജങ്കാറി കയറിയപ്പോ മുതല് അവൻ നമ്മളെ വാച്ച് ചെയ്യാ. വെറുതെ എന്തിനാ നാട്ടിൽ പാട്ടാക്കുന്നത്? വേഗം വല്ല ഓട്ടോറിക്ഷയിലോ ബസ്സിലോ പൊയ്ക്കോ. കൊച്ചേ, ഈ ചുറ്റിക്കളിയൊക്കെ കൊള്ളാം. അവൻ പണിക്കര് മുതലാളിയുടെ മോനാണെന്നുള്ള കാര്യം മറക്കണ്ട. വല്ലതൊക്കെ സംഭവിച്ചിട്ട് പിന്നെ അവസാനം കരഞ്ഞിട്ട് കാര്യമില്ല. കടവത്ത് വന്നിറങ്ങുന്ന പെമ്പിള്ളേരുടെ വായി നോക്കിയിരുന്ന സുഖം കിട്ടുമെങ്കിൽ അയക്കോ. എന്നെ ഉപദേശിക്കണ്ട. പറഞ്ഞതും എടുത്തേ. ഞങ്ങളുടെ അരിയുടെ അമ്മാവന്റെ മോളായതുകൊണ്ട് പറഞ്ഞതാണേ. സൂക്ഷിച്ചും കണ്ട് നടന്നില്ലല്ലേ. അവസാനം ചെമ്മീനിലെ കറുത്തമ്മ പോലെ ദേ ഈ പുഴയെക്കൂടെ ഒഴുകി നടക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട.